നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ഇൻഡിക്കേഷൻ ഫോർ സ്പൈനൽ അനസ്തേഷ്യ? ഓപ്ഷൻസ്: മേജർ അബ്ഡോമിനൽ സർജറി, ലോവർ ലിംബ് സർജറി, ന്യൂറോ സർജറി, കാർഡിയാക് സർജറി. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ലോവർ ലിംബ് സർജറി എന്നുള്ളതാണ്. ഈ സ്പൈനൽ അനസ്തേഷ്യ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ, എന്താണ് ജനറൽ അനസ്തേഷ്യ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ഇത് സാധാരണയായിട്ട് L1 L2 ആ ഒരു റീജിയനിൽ കൊടുക്കുന്ന ഒരു അനസ്തേഷ്യയാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് സബ് സ്പേസിൽ നീഡിൽ ഇൻസെർട്ട് ചെയ്ത് CSFിലേക്ക് ഈ അനസ്തെറ്റിക് ഏജന്റ് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസെൻഡിങ് ട്രാക്ക് ഉണ്ടല്ലോ, അപ്പോൾ പെയിൻ പോലുള്ള സെൻസേഷൻസ് ക്യാരി ചെയ്ത് അങ്ങ് ബ്രെയിനിലേക്ക് എത്തിക്കുന്ന അസെൻഡിങ് ട്രാക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന CSF എന്ന് പറയുന്ന റേഞ്ചിലേക്ക് പോകുന്നില്ല. എപ്പിഡ്യൂറൽ എന്ന് പറയുമ്പോൾ ആ ഡുറാമാറ്റിന്റെ ഔട്ടർ സ്പേസിലാണ് ഇത് കൊടുക്കുന്നത്. ഇത് പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഗ്രാജുവലി ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഇത് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റേതിൻ്റെ അത്രയും എഫക്റ്റീവായിട്ട് പെട്ടെന്ന് ഒരു പെയിൻ റിലീഫ് അല്ല അവിടെ വരുന്നത്. ഇപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു ലോങ് ഡ്യൂറേഷനിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു പെയിൻ റിലീഫ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറൽ കത്തീറ്റർ കീപ്പ് ചെയ്യുകയും അതിലൂടെ അനസ്തെറ്റിക് ഏജന്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെയാണോ ഈ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുന്നത് അതിൻ്റെ ലോവർ ഏരിയസ് ആണ് സാധാരണയായിട്ട് പെയിൻ സെൻസേഷൻ ഗ്രാജുവലി കുറഞ്ഞു വരുന്നതും സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ജനറൽ അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങളാകുമ്പോഴത്തെ ബോഡി മൊത്തത്തിൽ ഉള്ള ഒരു സെഡേഷൻ ലെവലിലേക്കാണ് പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.